ഇയാളെയാണോ നിങ്ങൾ ഫിസിക്കൽ ട്രെയിനറായിട്ട് കൊണ്ടുവന്നേക്കുന്നേ? Madam, he is 100% eligible for this post. How old are you? I am fine. എടേ എത്ര വയസ്സായെന്ന്? 73, 65. ഞാൻ 73 എന്നല്ലേ പറഞ്ഞത്? 63 അല്ലേ പറഞ്ഞത്? ഞാൻ 73 എന്നല്ലേ പറഞ്ഞത്? 63. പക്ഷെ പ്രായം നോക്കണം മാഡം, റിട്ടയർഡ് മിലിറ്ററി ആണ്. Stop it! ഈ 73 വയസ്സുള്ള അപ്പൂപ്പനെയാണോ നിങ്ങൾ ഫിസിക്കൽ ട്രെയിനറായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇയാള് നമ്മുടെ ഫയർ ആൻഡ് സേഫ്റ്റിയിലെ കുട്ടികളെ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. കുട്ടികളെ തീപിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനല്ല, ഒരു ട്രെയിനറെയാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. മാഡം, ഇദ്ദേഹത്തിനെ ഞാൻ ട്രെയിൻ ചെയ്ത് ശരിയാക്കാം. നിങ്ങൾ ആര് ശരിയാക്കൂ? ഇദ്ദേഹം ശരിയാക്കും. സാറേ, സാറിന്റെ വൈഫല്ലേ? അല്ല, മാനേജരാ. മാനേജരാ? വൈഫുമാണ്. എന്നിട്ട് നിങ്ങൾ പെരുമാറുന്നു? ഇപ്പോൾ വളരെ സോഫ്റ്റാണ്, ദേഷ്യം പിടിപ്പിക്കണ്ട. നിങ്ങൾ പൊക്കോ, ഞാൻ വിളിക്കാം പ്ലീസ്. ഗോ ഗോ ഗോ. ഇതെന്തൊരു കഷ്ടാണിത്. ഞാൻ നിങ്ങളോട് പലതവണ പറഞ്ഞിട്ടുണ്ട്, പറ്റില്ലെങ്കിൽ ഇവിടുന്ന് പൊക്കോ. നിർത്തണി. കുറെ നേരമായല്ലോ നീ വളവള മലയ്ക്കാൻ തുടങ്ങിയിട്ട്. സ്ത്രീകൾക്ക് മുൻഗണന ഉള്ള ഒരു നാടായതുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാനിവിടെ മാനേജറായിട്ട് ഇരുത്തിയിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടല്ല. നീ വിദ്യാഭ്യാസ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഇതുപോലെയുള്ള ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കും. അയാൾ 2 ലക്ഷം രൂപ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ലക്ഷം? നമ്മുടെ ക്യാൻറ്റീനിൽ നിൽക്കണ ആളില്ലേ 5 ലക്ഷം തന്നിട്ടാ ഇവിടെ നിൽക്കുന്നേ. മണ്ടു, ഒരു കാര്യം ചെയ്യാം, ഞാൻ അയാളിൽ നിന്ന് 1 ലക്ഷം രൂപ എങ്ങനെയും മേടിക്കാം. ഇതാ പറയണത് നിങ്ങൾക്ക് ബുദ്ധി ഇല്ലാന്ന്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ആണ്. ബിസിനസ് മൈൻഡ് വേണം. ഇത്രയും ദിവസമായല്ലോ, നിങ്ങൾക്ക് ഒരു പത്രത്തിൽ പരസ്യം കൊടുക്കായിരുന്നല്ലോ. അങ്ങനെ മാർക്കറ്റിംഗ് അറിയില്ലല്ലോ. അത് 1 ലക്ഷം പത്രത്തിന്റെ ഗുണം ചെയ്യും. നിങ്ങളോട് എന്ത് പറഞ്ഞു? എന്താ പെർമിഷൻ ഇല്ലാതെ കയറി വരണേ? അതെ, നിങ്ങൾ പറഞ്ഞിട്ട് മറ്റേ യൂണിഫോം ഞങ്ങൾ വാങ്ങിച്ചു. ഇപ്പൊ നോക്കുമ്പോ അത് ആ യൂണിഫോം അല്ലാന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ. ഞങ്ങൾ സെൻഡ് ചെയ്തിരുന്നു മെസ്സേജ്. കിട്ടിയല്ലോ. ഞങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കുന്നത് എല്ലാവർക്കും മെസ്സേജ് കിട്ടുന്നുണ്ടോന്നുള്ളേ. അല്ല, ഞങ്ങൾ യൂണിഫോം വാങ്ങിച്ചു പോയി സാറേ. അതിനെന്താ മാറ്റി വാങ്ങണം? മാറ്റി വാങ്ങാൻ അവര് തരുന്നില്ല വേറെ. അതിനെന്താ, ആ യൂണിഫോം കുട്ടിക്ക് വീട്ടിലിട്ടോണ്ട് നിൽക്കാമല്ലോ. വീട്ടിലിട്ടിടണോന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. സ്കൂളിൽ എന്തിടണോന്ന് ഞങ്ങൾ തീരുമാനിക്കും. നിങ്ങൾ ഈ അഡ്മിഷൻ എടുക്കാൻ നേരത്തെ പറഞ്ഞില്ലല്ലോ യൂണിഫോം മാറാൻ സാധ്യതയുണ്ടെന്ന്. അത് പറഞ്ഞോ? ഞങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തപ്പോൾ അത് മുഴുവനും വായിക്കണം. അതിന്റെ താഴെ എഴുതിയിട്ടുണ്ട് സ്കൂളിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എപ്പോ വേണേലും മാറ്റാനുള്ള അധികാരം ഞങ്ങൾക്കുണ്ടെന്ന്. നിങ്ങൾക്ക് തോന്നുമ്പോൾ മാറ്റാനൊന്നും പറ്റൂല. നിങ്ങൾ അഡ്മിഷൻ എടുത്തതിന് ശേഷം ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിലാണ് മാറിയത്. നിങ്ങൾ തോന്നുന്ന പോലെ മീറ്റിംഗ് വെച്ചിരുന്ന കാര്യം നിങ്ങൾ ഇങ്ങനെ ഷൗട്ട് ചെയ്യരുത്. ആ കടക്കാരുടെ നിങ്ങൾ സ്കൂളുകാരുടെ കള്ളക്കട എനിക്ക് മനസ്സിലായി. പറയരുത്. എന്റെ കൈയോട് സംസാരിക്കരുത്. നിങ്ങൾ ഷൗട്ട് ചെയ്യരുത്. മാഡത്തിനെ ദേഷ്യം പിടിപ്പിക്കരുത്. ദേഷ്യം എന്തുകൊണ്ടാണ് ഭവിഷ്യത്ത് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. അടിച്ച് കരണം വിളിക്കും മാഡം. അതെ, ഞാൻ ഗൾഫിൽ മണലാരണ്യത്തില് പന കയറി ഉണ്ടാക്കുന്ന പൈസയാണ് 1.5 ലക്ഷമാണ് ഈ പോകുന്ന കുട്ടിക്ക് നിങ്ങൾക്ക് ഡൊണേഷൻ ആയിട്ട് തന്നത് അല്ലേ? ഈ വലിയ സ്കൂളിൽ പഠിക്കണമെങ്കിൽ അത്രയും രൂപ മുടക്കേണ്ടി വരും. ഞങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളും വേണ്ട, അഡ്മിഷനും വേണ്ട. ഞാൻ തന്ന 1.5 ലക്ഷം രൂപ ഉണ്ടല്ലോ, ആ പൈസ അതങ്ങനെ നിങ്ങൾ ചോദിക്കുമ്പോ വെറുതെ തരാൻ പറ്റില്ല. അത് തരാൻ പറ്റില്ല. പിന്നെ ഇവിടെ വന്ന സമയത്ത് നിങ്ങൾ എഴുതി ഒപ്പിട്ട് കൊടുത്തല്ലോ, അത് മുഴുവൻ വായിക്കണായിരുന്നു. അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഓരോ നിയമങ്ങള്. അതെ, ഈ ഇംഗ്ലീഷ് അറിയാൻ പാടില്ലാത്ത പാരന്റ്സ് വരണമെങ്കിലോ അപ്പൊ നിങ്ങൾ അത് പറഞ്ഞു തരണ്ടല്ലേ? നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചിട്ട് വരണം. അങ്ങനെയാണെങ്കിൽ പൈസ തരുമല്ലോ. നിങ്ങൾക്ക് പൈസ തരാം, ഞാൻ കേസ് കൊടുക്കും. നിങ്ങൾ എവിടെയെന്ന് വെച്ചാൽ കൊടുക്ക്. 50% പൈസ അഡ്മിഷൻ ക്യാൻസൽ ചെയ്താൽ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് തരും. അപ്പൊ 50% അത് ഫൈൻ ആയിട്ട് സ്കൂളിന് പോകും. നിങ്ങൾ കൊണ്ടുപോയി തിന്നേ. എന്റെ ബാക്കി പൈസ അത് അടുത്ത അക്കാഡമിക് ഇയറിലേ നടക്കൂ. അക്കാഡമിക് ഇയർ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അടുത്ത അധ്യയന വർഷം. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ മുഴുവൻ പൈസ എടുത്താൽ തിന്നെ. നമുക്ക് വേണ്ടടി ഇവരെ സ്കൂളിൽ അഡ്മിഷൻ വേണ്ട, ഒരു തേങ്ങയും വേണ്ട. നിന്റെ വാക്ക് കേട്ട് മാത്രമാണ് ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചു കേട്ടാ. പോവാ. കണ്ടോ, റിലാക്സ്. അവര് പോയെങ്കിൽ പോട്ടെ. ഈ അഡ്മിഷൻ ഉണ്ടല്ലോ, ഇരട്ടി തുകയ്ക്ക് നമ്മൾ മറിച്ചു കൊടുക്കും. എങ്ങനെ നോക്കിയാലും നമുക്ക് സ്കൂളിനല്ലേ ലാഭം. മായം മറിമായം